ഗൈസ് വലിയൊരു തല കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3-3.5 കിലോ വരുന്ന കേരച്ചൂരയുടെ തലയാട്ടോ. ഇതങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല നാടൻ സ്റ്റൈല്. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരട്ടെ. നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഉരുളിയിൽ നല്ല പാകത്തിനുള്ള ഉരുളി എടുത്തിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ആദ്യം ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചധികം കുഞ്ഞുള്ളിയും ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൈയളവിൽ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ തലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വശം ഒരു 15 മിനിറ്റ് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം കൊടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നെയ്യുള്ളൊരു തലയായിരുന്നു കേട്ടോ. നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് വാങ്ങി വെച്ചത്. എന്നിട്ട് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നല്ല കപ്പയുടച്ചതായിരുന്നു ഉണ്ടായിരുന്നത്. 1 മണിക്കൂറിന് ശേഷം തല കഴിക്കാൻ എടുത്തു. നല്ല ഉപ്പും പുളിയും എരിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കപ്പയുടെ മേളിൽ കുറച്ച് ചാറും ഒരു തലയൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കുക കേട്ടോ ചെയ്തത്. ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ.